വാലു തുറക്കണം. ഋഷി, എന്താ നീ ഇവിടെ കയറി താമസിച്ച് ഇവിടെയുള്ള ഒരു ഒറ്റ കൊടുക്കും അല്ലടാ? എന്തെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഈ നാറ് ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങള് എന്നെ KGS ആൻസി വർഗീസ് പിടിച്ചു കെട്ടി കൊണ്ടുപോയതാ. അവർക്ക് ജസ്റ്റിനെ വേണം. അവർക്ക് വേണമെങ്കിൽ നീ പിടിച്ചു കൊടുക്കോ? ജസ്റ്റിനെ കൊടുക്കോടാ. കൊടുക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇല്ല, മോൻസി വർഗീസ് MLA നാളെ മന്ത്രിയാവാൻ പോകുന്ന ആള്. ഈ പരീക്ഷാ കേസിന് എന്നെ അവനെ ഊരിയില്ലെങ്കിൽ നിങ്ങളുടെ കോടനാട് കേസ് നാളെ പൊക്കിക്കൊണ്ട് വരുമെന്നാ പറഞ്ഞ അസംബ്ലിയിൽ. കോടനാട് കേസേ അസംബ്ലിയിൽ പൊക്കിക്കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ലടാ. ഏതോ ഒരു വിൻസെന്റിന്റെ കാര്യവും പറഞ്ഞിട്ട് ആദിത്യ ഗ്രൂപ്പിന്റെ പുറത്തോട്ട് കുതിര കയറിയിട്ടേ ഒരു കാര്യവുമില്ല. KGSനും ആൻസി വർഗീസിനും MLAക്കും ഒന്നും മനസ്സിലാകാതെ പോയതും അത് തന്നെയാ. പണ്ടെങ്ങാണ്ട് ചത്തുപോയ വിൻസെന്റ് തിരിച്ചു വന്നിട്ട് ഈ ചിത്രം അങ്ങ് പൂട്ടാൻ ഒരുത്തനും വിചാരിക്കണ്ട, ഒരു KGSും. പക്ഷെ അനന്താ, ഇവൻ കുടുങ്ങിയിരിക്കുക. ഇവനും ഇവന്റെ ആ MLAയും. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാ ഇവന്മാര് രണ്ടും കൂടി ആ KGSന്റെ വക്കാലത്ത് എടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ജസ്റ്റിനെ കൊണ്ട് കൊടുക്കടാ, കൊണ്ട് കൊടുക്കടാ നീ. നിന്നെ ചവിട്ടിക്കൂട്ടി പാറവടത്താക്കും. അതേടാ, ആ പാറക്കുളത്തിൽ ഒരുപാട് എണ്ണത്തിനെ ചവിട്ടി താഴ്ത്തിയിട്ടാ ഈ ചിത്രം ഇവിടെ നിൽക്കുന്നത്. നീ വലിയ നെകളിപ്പ് കാണിച്ചാലുണ്ടല്ലോ, നിന്നെ ചവിട്ടി താഴ്ത്തു. അതിനകത്ത് അറിയാം നീ വലിയ ഭൂലോകരമ്പയാന്ന്. പിശാചാണ് നീ, പിശാച്. ആ സാറേ, ഇപ്പൊ ഇറങ്ങാ ഞാൻ. സാറേ, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വണ്ടി വിടില്ല, വണ്ടി റോഡിലിട്ടേക്കുവാ. ആദ്യം നിങ്ങൾ എനിക്ക് കുറച്ച് സമാധാനം എന്താ. തള്ളേ, ഒറ്റ രാത്രി ഞാൻ സമയം തരും. ജസ്റ്റിനെ നിങ്ങൾ എവിടാ കൊണ്ട് എളുപ്പിച്ചെന്ന് വെച്ചാ എന്റെ മുന്നിൽ കൊണ്ട് തന്നോണം. ഇല്ല ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. നിന്റെ മോളെ നീ എന്റെ തല കൊണ്ടുവന്ന് വെച്ചു തന്നത് നിനക്കെന്നെ നന്നായിട്ട് ഉപയോഗിക്കാനാണെന്ന് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണടി ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതും നിന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയതും. പിന്നെ നിന്റെ ആ കിഴങ്ങ ഭർത്താവുണ്ടല്ലേ, അവനെന്താ ഈ അനന്ത ചെറ്റപ്പനും എല്ലാത്തിനും ഞാൻ അയ്യണി. അതെല്ലാം നിന്റെ വെറും സ്വപ്നോടാ. സ്വപ്നമല്ലടോ, അത് തന്നെ നടക്കാൻ പോകുന്നത്. ഞാൻ അകത്തെങ്ങാനും പോവേണ്ടി വന്ന നിങ്ങളെ എല്ലാത്തിനും ഞാൻ കൊണ്ടുപോകും. നിന്റെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോടാ. അങ്ങനെ അങ്ങ് പോവാനല്ല ഋഷി ഈ വീട്ടിൽ വന്നത്. അത് നിങ്ങളുടെ മോളടുത്ത് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതെ, നിങ്ങൾ ജസ്റ്റിനെ കൊണ്ടുവന്ന് എവിടെ താമസിപ്പിച്ചേക്കുന്നത്? ജസ്റ്റിനെ കൊണ്ട് താമസിപ്പിക്കേ? അത് നീയാ പറയണ്ടേ ജസ്റ്റിനെ എവിടെയാന്ന്. ബേബിച്ച, എന്റെ അടുത്തോടെ കളിക്കാൻ നിൽക്കല്ലേ. ജസ്റ്റിനെ ഈ വീട്ടിൽ നിങ്ങൾ വെളുപ്പിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ജസ്റ്റിനെ ഇവിടുന്ന് കൊണ്ടുപോയിന്നാ? ആ ഹോട്ടലിൽ വെച്ച് അന്ന് അവനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലേ അവനെ ഞാൻ കണ്ടു. ഇന്നലെ രാത്രി ഈ വീടിന്റെ ബാക്കിൽ ഔട്ട് ഹൗസിൽ വെച്ച് അവനെ ചിത്രാമ്മയുടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു, ആരും അറിയാതെ. ഇന്നലെ രാത്രിയെ ചിത്രാമ്മയുടെയും ജസ്റ്റിനും ആ പോലീസുകാരൻ സലസാറും കൂടെ വലിയ ആഘോഷമായിരുന്നു അവിടെ. എന്നിട്ട് അവനെ എങ്ങോട്ടോ മാറ്റിയതെന്ന്. എന്റെ കൃഷി, ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഇത് കേക്കണേ. ഞാൻ ജസ്റ്റിനെ അന്വേഷിച്ച് നടക്കല്ലേ. എന്നാ ഇവർ ജസ്റ്റിനെ എങ്ങോട്ടോ മാറ്റിയതാ. ബേബിച്ച, നിങ്ങൾ എന്റെ കൂടെ നിൽക്കും. ഞാൻ നിന്റെ കൂടെ വന്നിട്ട് എന്തുട്ടിനാ? എനിക്ക് അവനെ വേണം. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ എന്റെ കൂടെ വേണം. ഈ ജസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് എന്തുട്ട് കാര്യത്തിനാ? ഈ ചിത്രം മറ്റുള്ളവരോട് എന്താവശ്യത്തിനാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത്, അതേ ആവശ്യം തന്നെ എനിക്കും. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഇതെന്തൂട്ട് പാടത്? ഞാൻ നിന്റെ കൂടെ വന്നിട്ട് എന്തൂട്ട് എടുക്കാനാ? ബേബി, ദാ ഇവിടെ. ബേബി, താനിങ്ങോട്ട് കയറി വന്നേ. കാര്യങ്ങളെല്ലാം ഇപ്പൊ നീക്കുന്നത് അനന്തനാണ് എന്നല്ലേ ആൻസി പറയുന്നത്? 100% ഷുവറാണ് സർ. അനന്തുവിന്റെ നിയന്ത്രണത്തിലാണ് ആ ജസ്റ്റിന്. അവരിപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിലാണെന്ന് ആ കൊടുവള്ളി പറഞ്ഞ സാറിന് ഓർമ്മയില്ലേ? അനന്തും ജസ്റ്റിനും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് എനിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അനന്തു അറിയാതെ ആ ജസ്റ്റിൻ എവിടെയും പോകത്തില്ല സർ. ഈ ഋഷിക്ക് ഈ മൂവ്മെന്റ് അറിയില്ല എന്നുള്ളത് ആൻസിക്ക് ഉറപ്പാണോ? ഉറപ്പാണ് സർ. അവനെ അറിയിക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോ അതാ മനസ്സിലായത്. ആ പന്തളം ബേബി കൂടെ അവിടെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുക അവർ ഇക്കാര്യത്തില്. അതുകൊണ്ട് സാറ് ഋഷിയല്ല, ആ മോൻസി നേരിട്ട് എന്ന് ഇടപെട്ടാൽ പോലും നടക്കത്തില്ല. നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ സർ? ശരിയാ, ഋഷിയെ ഉപയോഗപ്പെടുത്തി അവനെ പുറത്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ, അവന്റെയും വഴി അടഞ്ഞിരിക്കുക ഇപ്പോ. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. സാറേ, ഞാൻ ആ ഋഷിയുമായി സംസാരിച്ചു. ആ ചിത്രയുമായും അനന്തനുമായിട്ടും നല്ല അടി നടന്ന ലക്ഷണമുണ്ട് സാർ. അവൻ്റെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായത്. പക്ഷേ അവൻ പിടികൊടുത്തിട്ടില്ല. കെ ജി സാറേ, ഞാനൊരു സജഷൻ പറയട്ടെ. നമ്മൾ കൊച്ചാപ്പൻ പറഞ്ഞ പോലെ അവനെ ഈ പൊക്കിക്കൊണ്ട് വന്നാലോ? ആരെ? ആ അനന്തനെ. സാർ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. അനന്തനും ജസ്റ്റിനെ ഒരുമിച്ചെത്തി പറയിപ്പിക്കണം സാറേ, അതാ വേണ്ടത്. ഏയ്, അത് നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. ആനന്ദനെയോ ജസ്റ്റിനെയോ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് പറയിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ വഴിവിട്ട് നീങ്ങിയ ലീഗൽ സപ്പോർട്ട് അവർക്കേ കിട്ടൂ. അതുകൊണ്ട് എടുത്തു ചാട്ടമൊന്നും വേണ്ട. പിന്നെ രാജ്മോഹൻ സാറ് പറഞ്ഞതുപോലെ ആ വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കിക്കൊണ്ടുവരണം. അതിന് പറ്റിയ ആള് അനന്തനല്ല. എനിക്ക് തോന്നുന്നത് അതിന് പറ്റിയ ആള് ആദിത്യനാണെന്നാ. ആദിത്യനോ? സാർ, ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ അവിടെ ഇല്ല. അന്വേഷിച്ചപ്പോൾ അയാളേതോ വക്കീലിനെ കാണാൻ പോയിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ സാർ, സാറേ അയാൾക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല. എല്ലാ കാര്യങ്ങളൊന്നും അയാൾ അറിയണമെന്നില്ല. എന്നാൽ അയാളെ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ച് ചെറിയൊരു മൂവ്മെന്റ് നടത്തിയ അയാളുടെ ഭാര്യ ചിത്ര അവർ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ആനന്ദം പറയും. ശരിയല്ലേ സാറേ? ശരിയാ സാറേ, അതിനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പിന്നെ സാറേ അതിനുള്ള കാര്യങ്ങൾ നീക്കുന്നതല്ലേ നല്ലത്? അതെ, നീക്കാം. പക്ഷെ അതിന് നമുക്ക് പല്ലവിയുടെ സപ്പോർട്ട് വേണം. പലവിയുടെ സപ്പോർട്ട് എന്തിനാ? വേണം. കാരണം ഈ ആദിത്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല, ടോർച്ചർ ചെയ്യാനും പറ്റില്ല. പക്ഷേ ആദിത്യനെ ഈ വീട്ടിലെത്തിക്കാൻ മകളായ പല്ലവി വിചാരിച്ചാൽ മതി. പക്ഷേ പല്ലവി അതിന് തയ്യാറാവണം. കാരണം സ്വന്തം പിതാവിരുന്ന് ബുദ്ധിമുട്ടുന്നതും ടോർച്ചർ ചെയ്യപ്പെടുന്നതിനൊക്കെ പല്ലവി സാക്ഷിയാവും. അതിനവൾ തയ്യാറാവൂ? ഞാനിന്ന് അവളോട് സംസാരിക്കട്ടെ. സംസാരിക്കണം. ഇപ്പം നമ്മുടെ മുമ്പിൽ അതേ ഉള്ളൊരു മാർഗം. ഏതെങ്കിലും വഴി ഋഷിയെ കൊണ്ട് ആദിത്യനെ നമ്മുടെ മുമ്പിൽ എത്തിച്ച ബാക്കി കാര്യം നമുക്ക് അപ്പം നോക്കാം. ആ, ഏതായാലും ആൻസി ഒന്ന് സംസാരിച്ചു നോക്ക്. അവളുടെ പപ്പയുടെ കാര്യമല്ലേ. ഞാൻ നോക്കാം സാർ. ഒരു മിനിറ്റ് സാർ. പക്ഷെ പല്ലവി, എനിക്ക് തോന്നുന്നു നിന്റെ മമ്മി നിന്റെ പപ്പയുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ലെന്നാ. അതുകൊണ്ട് നിന്റെ പപ്പയുടെ ഭാഗത്ത് നിന്ന് ആ ജസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് എനിക്ക് നല്ല സംശയമാണ്. പിന്നെ ജസ്റ്റിനെ ആ വീട്ടിൽ തന്നെ കൊണ്ടുപോയി താമസിപ്പിച്ച സ്ഥിതിക്ക് അയാളെ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പപ്പയ്ക്ക് അറിയായിരിക്കും. അറിയാമായിരിക്കുന്നുള്ള സംശയം വേണ്ട കുഞ്ഞമ്മ, അറിയും. കാരണം ഇങ്ങനെയുള്ള ഏത് കുഴപ്പം പിടിച്ച കാര്യത്തിനും എന്നും മുന്നിൽ നിർത്തുന്നത് പപ്പേനെയാ. പപ്പയ്ക്ക് അറിയാത്തതായിട്ട് ആ വീട്ടിലൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എത്ര ചോദിച്ചാലും പപ്പ അത് പറയില്ല. കാരണം എന്റെ മമ്മിയും പപ്പയ്ക്ക് അത്രയ്ക്ക് പേടിയാ. കോടനാട് കേസ് ഉൾപ്പെടെ എല്ലാ കേസിലും ഒന്നാം പ്രതി ആരാ? എന്റെ പപ്പയാ. എന്നിട്ട് പപ്പയ്ക്ക് ആ കേസ് എന്താന്ന് പോലും ഇപ്പോഴും അറിയില്ല. ഇപ്പൊ ഈ നടക്കുന്ന ജസ്റ്റിൻ നാടകമൊക്കെ എന്താന്ന് പോലും പപ്പയ്ക്ക് അറിയണമെന്നില്ല. പക്ഷേ പപ്പ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. പല്ലവി പറ, അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? സാർ എവിടെ ഉള്ളത്? പുറത്ത് നിൽക്കുന്നുണ്ട്. കുഞ്ഞമ്മ വാ. സാർ എവിടെയാ? എവിടെ? ആൻസി അവളോട് പറഞ്ഞോ? പറഞ്ഞു. സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് മാത്രം പറ.
ഇപ്പം ഞാൻ മരതകം വീട്ടിലെ ഒരു അംഗമല്ല. എൻ്റെ പപ്പയുടെ മമ്മിയുടെ സ്ഥാനത്ത് ആദിത്യകൃഷ്ണനോ ചിത്രാദിത്യനോ ഇല്ല. ചിറ്റപ്പൻ്റെ സ്ഥാനത്ത് അനന്തകൃഷ്ണനും ഇല്ല. അവരെല്ലാവരും എനിക്ക് പന്യരാ. മരതകം വീട്ടിൽ ആദിത്യകൃഷ്ണൻ അറിയാതെ ജസ്റ്റിൻ ഡിസൂസ എങ്ങും പോവില്ല. എന്നെ താലി കെട്ടിയ ഋഷിയെ കൊണ്ട് തന്നെ അവന്റെ അമ്മായച്ചനെ സാറിന്റെ മുന്നിലെത്തിക്കണം. ഞാൻ എന്താ ചെയ്യണത്? സാർ പറഞ്ഞാൽ മതി. പല്ലവി എന്താ വേണ്ടതെന്ന് ഞാൻ ആൻസിയോട് പറഞ്ഞിട്ടുണ്ട്. ചെല്ല പറഞ്ഞിരുന്നു. നമ്മളെ ആ മോൻസി, ഇയാളെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കരുത്. എപ്പോഴും ലൈനിൽ തന്നെ ഉണ്ടാവണം. എന്തോന്ന് അസംബ്ലി? ഫോണിൽ കിട്ടണം എപ്പോഴാണെങ്കിലും. ഋഷി വിളിക്കപ്പോ. ഇതിപ്പം ഞങ്ങളുടെ മാത്രമല്ല ആവശ്യം, ഇയാളുടെ ആവശ്യമാ. നാളെ മന്ത്രി ആവണ്ടേ? ശരി. ആ സനൽ സാറ് ഞാൻ ദാ ഇറങ്ങുവാ. സാറ് വക്കീലിന്റെ അടുത്തേക്ക് വരണ്ട, അത് അതിനേക്കാൾ പ്രശ്നമാവും. ഇല്ലില്ല, ആദ്യം വന്നിട്ടില്ല. ആ ശരി സാറ്. നിങ്ങൾ ഇതെവിടെയാ? എടി ചിത്രേ, ഞാൻ വക്കീലിന്റെ അടുത്തുനിന്ന് ഇറങ്ങി. നീ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ മുമ്പിൽ ഞാൻ മിണ്ടാതിരുന്നു. അയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഞാൻ കേട്ടു. എങ്ങാണ്ടൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. അവിടെ എല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങളെ കോർപ്പറേഷൻ ഓഫീസിലൊന്ന് പോണം. എന്തുവാടി? കോർപ്പറേഷൻ ഓഫീസിലോ? അവിടെ പോയാൽ സെക്രട്ടറി ഒന്ന് കാണണം. സെക്രട്ടറിയെ പോയി കാണാനോ? എടി എടി എടി, അയാളോട് ശരിയാവത്തൊന്നുമില്ല. അതെ, കഴിഞ്ഞ ആഴ്ച 2-3 മണിക്കൂർ എന്നെ പുറത്ത് നിർത്തിയതാ. ഒരു കസേര പോലും അയാൾ എനിക്ക് തന്നില്ല, അറിയാവോ? നിങ്ങൾ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. എടി എടി, ഇതിനേക്കാൾ ഭേദമേ ഞാനങ്ങ് ജയിലിൽ കിടക്കുന്നതാ. എടി എടി, എനിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. എടി, നമ്മുടെ മോളാടി വിളിക്കുന്നേ, നമ്മുടെ പല്ലവി മോള്. അവളാണെങ്കിൽ നിങ്ങൾ എടുക്കൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും. ഇവിടെ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിശേഷോ? ആന്തോടി? ആ അതൊക്കെ നിങ്ങൾ വന്നിട്ട് പറയാം. അയ്യോ എടി, ഫോൺ കട്ടായി. പിന്നെ മോള് വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ? വേണ്ട, നിങ്ങൾ ആ ഫോൺ എടുക്കണ്ട. നിങ്ങളുടെ ആ ഫോൺ നമ്പർ ഇന്നൂടെ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ നമ്പർ തരാം ഞാൻ. അയ്യോ, എന്റെ നെറ്റൊക്കെ ഇതിനകത്താ ഉള്ളത്. നിങ്ങൾക്കിനിയേ നെറ്റൊന്നും വേണ്ട. ശോ. പപ്പ പ്ലീസ് അറ്റൻഡ് ദ കോൾ. പാവം, അവള് വിളിച്ചതാ. മോളെ 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 എങ്ങനെയാട്ടോ നിനക്ക്? കുഴപ്പമൊന്നുമില്ല പപ്പ. മോളെ, കേസ് വല്ലതും ഉണ്ടോ നിനക്ക്? ഇല്ല പപ്പ, എന്റെ കുഴപ്പം കൊണ്ട് തന്നെ പറ്റിയതാ. ബൈക്കുകാര് പിള്ളേര് വന്ന് അറിയാതെ തട്ടിയതാ. ആണോ? ആ, അവര് മാപ്പ് പറഞ്ഞു. മക്കളെ, ഋഷിമോന്റെ കൂട്ടുകാരാണെന്നാണല്ലോ ഞാൻ പുറത്തറിഞ്ഞത്. അല്ല പപ്പ, ഇത് വേറെ പിള്ളേരാ. പപ്പ, ഞാൻ വിളിച്ചതേ, എനിക്ക് തീരെ വയ്യ പപ്പ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? മോള് വീട്ടിലോട്ട് വരുന്നോ? ആ, ഋഷി ഇപ്പോ പപ്പയെ വിളിക്കും. ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടിട്ടാ. ഋഷിയോ? ഋഷി എന്നെ വിളിക്കൂ? ആ പപ്പ, ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി. മോളെ, സത്യമാണോ മോളെ പറയുന്നേ? ആ പപ്പ, അവനിപ്പോ പപ്പയെ വിളിക്കും. ഓ, എന്റെ ദൈവമേ, ഞാൻ എന്തുവാ ഈ കേൾക്കുന്നേ? പപ്പ ഇപ്പൊ എവിടെയാ ഉള്ളത്? സിറ്റിയിലാണോ? അതെ മോളെ, അതെ. പപ്പ എന്തായാലും ഋഷി വിളിക്കും. വണ്ടി ഒതുക്കി നിർത്തിയാ മതി. മമ്മിയോട് പറയണ്ടെന്ന് പറ. മമ്മിയോട് പറയണ്ടെന്ന് പറ. പപ്പ, എന്താ മോളെ? ഇപ്പൊ ഇത് മമ്മിയോട് പറയാനൊന്നും നിൽക്കണ്ട. ശരി 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 മോളെ, ശരി മോളെ, ശരി മോളെ. ഇത് തന്നെ മമ്മിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി മോളെ. ശരി പപ്പ.
എടാ മോൻസി, ആദിത്യൻ പപ്പയെ പിടിച്ചോണ്ട് എന്ന് ജസ്റ്റിൻ എവിടാന്ന് പറയിപ്പിക്കാനല്ലേ? എടാ അതിന് ഞാനെന്തിനാടാ? ഡാ ഇതൊക്കെ കേജസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇനി ഞാനെന്തിനാടാ ഇതിൽ ഇടപെടുന്നേ? എനിക്കതൊന്നും അറിയില്ല. ബാക്കി കാര്യങ്ങളെല്ലാം സാറ് നിനക്ക് ബ്രീഫ് ചെയ്ത് തന്നിട്ടില്ലേ? പിന്നെന്താ? എടാ പല്ലവി ആദ്യത്തിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ ചെയ്യ്, എന്നിട്ട് എന്നെ വിളിക്കും. നാശം പിടിക്കാനായിട്ട്. അജി, അതെ അജി. അജി വണ്ടി സൗകര്യമുള്ളിടത്ത് ഒതുക്ക്. എന്റെ മരുമോൻ വരും. ഒതുക്ക്. എന്റെ മരുമോ വിളിക്കുന്നുണ്ട്. മോനെ എവിടാ? ഞാൻ മോന്റെ കോള് വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോ മോൻ? പപ്പ ഇപ്പൊ എവിടാ നിൽക്കുന്നേ? ഞാനിവിടെ മരുതൻകുഴി പാലം ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ ഒതുക്കി നിർത്തിയിരിക്കുക. പപ്പ ഇപ്പോൾ അവിടെ തന്നെ നിന്നാൽ മതി. ഞാൻ ഇപ്പോൾ എത്താം. പപ്പ എന്നിട്ട് എൻ്റെ വണ്ടിയിലോട്ട് കയറിയാൽ മതി. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോഴേ മോൻ്റെ വണ്ടിയിൽ പല്ലവി മോളും ഉണ്ടോ? ഇല്ല, പല്ലവി ഉള്ളിടത്തോട്ടാ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പപ്പ ഒരു കാര്യം ചെയ്യും, അവിടെ തന്നെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. ആ വണ്ടി ബാക്കിലോട്ട് തിരിച്ചിട്. എന്നിട്ട് ആ ബോർഡ് മാറ്റിക്കോ. 2 സൈഡിലേ മാറ്റണം. ഞാനിപ്പോ വരാം. ആ സാർ ഫ്രീ ആണോ? ഫ്രീ ആണ്. വെയിറ്റ് ചെയ്യൂ. സാർ ഇരിക്കും. പേപ്പർ സാറേ, MLA വന്നിട്ടുണ്ട്. പലവേ പോയി മുകളിലേക്ക് കൂട്ടിക്കൊണ്ടോ. സാർ ഞാൻ ആൻസി പോണ്ട വിട്ടിരിക്കേ. നമ്മുടെ MLA വിളിക്കേ. ആ സാർ. അതുപോലെ ചെയ്താൽ മതി. അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. പേടിക്കണ്ടെന്ന്. വരൂ സാർ, സാർ വിളിക്കുന്നു. ഞാൻ വിളിക്കാം. വന്നോളൂ. ജില്ലാ സമ്മേളനമൊക്കെ മുടങ്ങിയല്ലേ സാറേ? ഇരിക്കേ. എല്ലാ കാര്യങ്ങളും മുടങ്ങി സാറേ. പാർട്ടി സെക്രട്ടറിയോട് മറുപടി പറഞ്ഞു മടുത്തു. ഞാൻ പാർട്ടി മാറാൻ പോവുക, ദേശീയ പാർട്ടി ചേരാൻ പോകുന്നൊക്കെ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. മോളിൽ നിന്നൊരു അന്വേഷണം വന്നു സാർ. ഇങ്ങനെയൊക്കെയല്ലേ നേതാക്കന്മാർ വളരുന്നേ? മറ്റ് പാർട്ടിയിൽ നിന്നൊക്കെ നല്ല ഓഫർ കിട്ടുമ്പോഴേ ഇരിക്കുന്ന സീറ്റിനൊരു ബലം കിട്ടൂ. പാർട്ടിക്കകത്ത് തന്നെ അന്തസ്സൊന്ന് വളരും, അല്ലേ ആൻസി? ഞാൻ വിളിക്കാന്ന് സാറേ. എനിക്ക് പെട്ടെന്ന് പോണമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സാറിന് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് 2-3 ദിവസം ആയാലോ? അതിനൊരു തീരുമാനം വേണ്ടേ? അതല്ലേ വേണ്ടത്. ആൻസി, MLA സാറിനെ അകത്ത് മുറി കൊണ്ടിരുത്ത്. വന്നേ, വാടോ. ഒരു MLA വന്നിരിക്കുന്നു. എന്നിട്ട് വാടോ. സാർ ഞാൻ ചെല്ല്. വാന്ന്. മൊത്തം CCTV ക്യാമറ കേട്ടോ, സൂക്ഷിച്ചോ. കൊച്ചാപ്പ, ദേ MLA സാർ വന്നിരിക്കുന്നു. കേറി വന്നേട്ടാ സാറേ. പേടിക്കണ്ട സാറേ, പണിയായുധമാ.
നാൾക്ക് നാള് റബ്ബറിന്റെ വില അങ്ങ് കീഴോട്ട് പോകുക. കാലവർഷം എപ്പോഴാ കലി തുള്ളുന്നതെന്ന് അറിയാനും വയ്യ. ടാപ്പിംഗ് ഒന്നുമില്ല. ഈ കത്തി കൊണ്ട് 2 ഉപയോഗമുണ്ട്. ഒരുവന്റെ ജീവൻ എടുക്കണമെന്ന് തോന്നിയാൽ പള്ളയിലോട്ടങ്ങ് കയറ്റും. അല്ല, ഇനി ആരെയും നെഞ്ചത്തോട്ട് കയറ്റണമെന്ന് തോന്നിയാ ഇരുതലമൂർച്ചയാ. അല്ലയോ മോളെ? ആന്നു. അയ്യോ സാറ് നിക്കാതെ, സാർ ഇരിക്കേ. ദാ ഇങ്ങോട്ട് ഇരുന്നാട്ടെ സാറേ. ഇരിക്കെ സാറേ. മോളെ, സാറ് മന്ത്രിയാകാൻ പോവാന്നില്ലയോ പറഞ്ഞത്? കൃഷി വകുപ്പ് മന്ത്രിയാണോ? ആണെങ്കിലേ ഒരു പരാതി ഇപ്പോഴേ അങ്ങ് തരാനാ. റബ്ബറിനൊരു താങ്ങുവില പ്രഖ്യാപിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ കൊച്ചിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതെങ്ങോട്ട് താങ്ങണമെന്ന് ഈ കൊച്ചാപ്പൻ അങ്ങ് തീരുമാനിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല കൊച്ചാപ്പ. അയാളിപ്പോ വരും, ആനന്ദന്റെ ചേട്ടൻ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ സാറും ആ ഋഷിയും കൂടെ നോക്കിക്കോളൂ. ആൻസി, ഞാൻ അയാളോട് എന്ത് ചോദിക്കാനാ? നിങ്ങളുടെ ഈ വീഡിയോ കേസിൽ ഞാൻ ഇല്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറേ, ഇയാളി പറഞ്ഞ കേട്ടോ, MLA സാറിനെ നമ്മൾ ഒരു കാര്യമില്ല ബുദ്ധിമുട്ടിക്കുകയാണെന്ന്. കള്ളപ്പരീക്ഷ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. നിന്നെ പോലെ കുറെ എണ്ണം ഇപ്പോഴും അധികാര സ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാരായിട്ടിരിപ്പുണ്ട്. ഭരണസ്ഥിര കേന്ദ്രങ്ങളിലൊക്കെ ചടഞ്ഞുകൂടിയിരിപ്പുണ്ട്. അവന്മാരെയൊക്കെ കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവരും ഞാൻ. ആ ലിസ്റ്റിലെ 1-ാം പേരുകാരൻ ദാ MLA, 2-ാം പേരുകാരൻ ഋഷിയും. ഈ 2-ാം പേരുകാരൻ ഉണ്ടാക്കി വെച്ചൊരു കുന്നായ്മയുണ്ട് ഈ ആൻസിയുടെ ജീവിതത്തിൽ. ഇനി നിന്നെ ഞാൻ അതൊന്നും ഓർമ്മിപ്പിക്കണ്ടല്ലോ. ആദിത്യം വരുമ്പോൾ നിന്റെ കൂട്ടുകക്ഷിയെ കൊണ്ട് അവൻ്റെ അമ്മായിയപ്പനെ 2 എണ്ണം പിടപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് ജസ്റ്റിൻ ഡിസൂസ എവിടെയാണെന്ന് പറയിച്ചില്ലെങ്കിൽ MLA സാറേ, നിങ്ങളെ ഞാൻ എങ്ങോട്ടും വിടില്ല. ആ ഫോൺ സാറേ, ഫോൺ അങ്ങ് കൊണ്ടുപോകും. അതവിടെ കൊണ്ടുപോയി സാറേ. കൊച്ചാപ്പാ ഇവിടെ വേണം. ആ കത്തി എടുക്കണ്ട. ഞാൻ പിന്നെ എവിടെ പോവാനാ സാറേ?